തൃശൂർ പൂരത്തിൽ പ്രധാനമാണ് കുടമാറ്റവും ആനയുടെ നെറ്റിപ്പട്ടവും. തിരുവമ്പാടി ദേവസ്വത്തിന് വേണ്ട നെറ്റിപ്പട്ടങ്ങൾ അവസാനവട്ട മിനുക്കുപണിയിലാണ്. ചൂരൽ, പുളിയും, നാഗമ്പടവും, വണ്ടോടും തുടങ്ങിയ പട്ടികയിൽ നീളുന്ന നെറ്റിപ്പട്ടം. നെറ്റിപ്പട്ടങ്ങൾ പലതരത്തിലാണെങ്കിലും അവയെല്ലാം കാണാൻ കഴിയുന്നത് തൃശൂർ പൂരത്തിനാണ്. തിടമ്പേറ്റുന്ന കൊമ്പനും കൂട്ടാനകൾക്കൊപ്പമുള്ള നെറ്റിപ്പട്ടങ്ങൾ തിരുവമ്പാടിയിൽ ഒരുങ്ങുകയാണ്. ഇതിപ്പോൾ പൂരത്തിന് ഏറ്റവും നടുക്ക് പിടിക്കുന്ന ആനയ്ക്കുള്ള നെറ്റിപ്പട്ടമാണ്. അതായത് ചൂരൽപ്പുളി നെറ്റിപ്പട്ടം എന്ന് പറയും. ഇതൊക്കെ ചൂരൽപ്പുളിയാണ്. വട്ടകണം, കൂമണം, അതിനിടയ്ക്കുണ്ട്. അതിന് എല്ലാ പൂക്കളും ചൂരപ്പുളി ആയിരിക്കും. അതുപോലെ സൈഡിലുള്ള ആനയ്ക്ക് നാഗപടമായിരിക്കും. എല്ലാ പൂക്കളും നാഗപടമായിട്ടുള്ള പൂക്കളാണ്. പിന്നെ ബാക്കിയുള്ളതിനൊക്കെ വണ്ടോട് നെറ്റിപ്പട്ടണം. വണ്ടിൻ്റെ തോടുണ്ടല്ലോ, അതിൻ്റെ പോലെയുള്ള ഐറ്റംസാണ്. മൊത്തം പൂക്കൾ കേട്ടോ, പൂക്കളാണ് മൊത്തം വരിക. പിന്നെയുള്ളതൊക്കെ ചില്ലറ ഐറ്റംസാണ്. ഗജ സൗന്ദര്യത്തെ ആവാഹിക്കുന്നതാണ് തലക്കെട്ടുകൾ. ഒരു കോലും 6 വിരലും ചേർന്ന അളവിലാണ് ഏറ്റവും വലിയ ആനയ്ക്ക് തലക്കെട്ട് നിർമ്മിക്കുന്നത്. ഈ പാലപ്പൂവ് തലക്കെട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ വട്ടക്കിണ്ണത്തിൻ്റെ ചുറ്റുമുള്ള എണ്ണങ്ങൾ പാലപ്പൂവിൻ്റെ രീതിയിലുള്ള ആയിരിക്കും. അതാണ് പാലപ്പൂ തലക്കെട്ട് വരുന്നത്. ഏകദേശം 1.6 തലക്കെട്ടിൻ്റെ വലിപ്പം വരിക. അത് ഈ പറഞ്ഞ ഇന്ന് നമ്മുടെ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ കുട പണിയുന്ന ശങ്കുരുട്ടേട്ടൻ്റെ പേരിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പൂരത്തിൻ്റെ തലക്കെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂരപ്പൊടി തലക്കെട്ട് അല്ലെങ്കിൽ നാഗപടം തലക്കെട്ടൊക്കെയാണ് പല അമ്പലങ്ങളിലും ഉള്ളത്. പക്ഷേ ഇത് വളരെ റെയർ ആയിട്ടുള്ള ഒരു സ്പീഷ്യസ് ആണ്. തൃശൂർ പൂരത്തിനായി നെറ്റിപ്പട്ട നിർമ്മാണം പുരോഗമിക്കുകയാണ്. തിരുവമ്പാടി ദേവസ്വത്തിന്റെ നെറ്റിപ്പട്ടങ്ങൾ അവസാനവട്ട മിനുക്കുപണിയിലാണ്. 12ഓളം പേർ 3 ദിവസത്തിലധികം സമയമെടുത്താണ് ഒരു നെറ്റിപ്പട്ടം നിർമ്മിക്കുന്നത്. ടീം ജനം, തൃശൂർ.